ആ ഒരു ഹക്ക് രൂപ എടുത്തിട്ട് ആരുടെയെങ്കിലും വെള്ളദാഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് വീട്ടിൽ വന്നിട്ട് ചേച്ചി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമെന്ന് ആരെങ്കിലും ഒരു പാവങ്ങൾ വന്നിട്ട് ചോദിക്കുമ്പോൾ പോലും ആ ഒരു ഗ്ലാസ് പോലും ആ പ്രവാസിയുടെ അധ്വാനാണ്. ആ ഗ്ലാസ് എടുത്തിട്ടാണ് അതിൽ വെള്ളം നിറയ്ക്കണത് അല്ലേ. ആ ഒരു വെള്ളത്തിന്റെ വാട്ടർ ബില്ല് അടയ്ക്കുന്നതും ആ പ്രവാസിയാണ്. സോ ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആ ഒരു വേറെ ഏതോ മറുനാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു സാധുവിന് പോലും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു റൂഹ എന്ന് പറയുന്നത് ആ പ്രവാസിയുടെ തന്നെ റൂഹാണ്. അവിടെ പ്രസൻസ് ഓഫ് മൈൻഡ് മൊത്തവും ഇവിടെയാണ്, ശരീരം മാത്രമാണ് അപ്പുറത്തുള്ളത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപ്പമാരുടെ ഒരു കണക്കെടുപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു പോവാം. ഇന്നും പലരും കുറച്ചൊന്ന് പോയിട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോണതേ. അതായത് ഈ പ്രവാസ ലോകത്തിന്റെ സ്റ്റാർട്ടിങ് കഥ പറയാണ്. ഒന്ന് പോയിട്ട് കുടുംബത്തിന്റെ ഒന്ന് ദാരിദ്ര്യം മാറിയിട്ട്, അതായത് എല്ലാവരും ഒന്ന് വിശപ്പില്ലാത്തൊരവസ്ഥയായിട്ട് തിരിച്ചു മടങ്ങാമെന്ന് പറഞ്ഞ് ഓർത്തു പോയ എത്ര പ്രവാസികൾ. അതായത് ഇന്ന് കാണുന്ന ടെക്നോളജി ലെവലിൽ എത്തിയിട്ടുള്ളവരല്ല, പഴയകാല പ്രവാസികൾ എന്ന് പറയുന്നത് അല്ലേ. വളരെയധികം ബുദ്ധിമുട്ടും വിഷമതയും പേടിയോടും കൂടിയായിരിക്കും അവർ ആ ഒരു നാട്ടിൽ ചെന്നിറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ ഒരു മനോധൈര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വേദനിച്ചാലും എൻ്റെ വീട്ടുകാർ സന്തോഷിക്കുമല്ലോ എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു ആത്മബലം എന്ന് പറയുന്നത്. സോ ആ സമയത്തെ പോയിട്ട് എല്ലാ കടപ്പാടുകളും എല്ലാ കഷ്ടതകളും തീർത്തിട്ട് പെട്ടെന്നവരാന്ന് പറഞ്ഞു പോയ പ്രവാസിയാണ്. 5 വർഷം എന്നുള്ളത് 10 10 എന്നുള്ളത് 15 15 20 25 30 35 ആയി. പക്ഷെ ഇപ്പോഴും നാട്ടിൽ വരാൻ പറ്റാതെ നിൽക്കുന്ന എൻ്റെ കുറേ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, മതി. അൽഹംദുലില്ലാ, നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന എൻ്റെ മാക്സിമം ലെവലായി. അതെ, സ്വന്തം ഇണയ്ക്കും മക്കൾക്കും പോലും ഒരു പിടി ചോറ് കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഇതില് സദക്കയാണ് നിങ്ങൾ ചെയ്തത്. ഒരുപാട് റൂഹുകൾക്ക് നിങ്ങൾ ആഹാരം കൊടുത്തു. ഏറ്റവും വലിയൊരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോടുള്ള നമസ്കാരം കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയുന്നത് അത് വിശപ്പ് തന്നെയാണ്. വിശപ്പിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. അതറിയണമെങ്കിൽ നന്നായിട്ടൊന്ന് വിശന്ന് നോക്കണം. അതെ, നമുക്ക് എണീറ്റിരിക്കാൻ പറ്റത്തില്ലല്ലേ, ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ, പിന്നെ ഓർമ്മ പോലും കാണത്തില്ല, വീണ് പോവുകയാണ്. ഈ ഒരു അവസ്ഥയാണ് എന്താ പറയണത്, വിശപ്പ് എന്ന് പറയുന്നത്. നമ്മളെ എണീറ്റ് നിർത്താൻ പറ്റാതെ, ബോഡിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഫെഡായി പോകും. അപ്പൊ ആ ഒരു വിശപ്പിനെ സഹിക്കാനുള്ള ഒരു കഴിവ് നമുക്കെന്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിശപ്പ് എന്ന് പറയുന്ന വികാരത്തെക്കാളും വലിയൊരു വികാരം ഉണ്ടോ? ഇല്ല. അപ്പൊ അത്തരം വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട പ്രവാസികളായ ഉപ്പമാര് ഇക്കാക്കമാരെല്ലാം അപ്പുറത്ത് മറുലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? ഒരു തനി പ്രവാസി എന്താണെന്ന് അറിയണമെങ്കിൽ ആ നാട്ടിലൊന്ന് ജസ്റ്റ് 2 മാസത്തേക്കെങ്കിലും ഒന്ന് വിസിറ്റിങ്ങിനൊന്ന് പോയി നോക്കണം കേട്ടോ. അത് പറയാനൊരു കാരണമുണ്ട്. ഞാനും ഫസ്റ്റ് എൻ്റെ ഇക്കാരുടെ കൂടെ വിസിറ്റിങ്ങിന് പോയി. അൽഹംദുലില്ലാ, എൻ്റെ ഇക്ക